Good afternoon, sir. Good afternoon, sir. Yes, Aji, good afternoon. Good afternoon, sir. Good afternoon, sir. Yes, Krishnapriya, good afternoon. Good afternoon, sir. Vaishnavi, good afternoon. Good afternoon, sir. Okay, Shahana, good afternoon. Yes, prayer. Good afternoon, sir. Okay, good afternoon. Ankita. Yes, let's start. Arabica. Yes, sir. Yes. Okay, Shahana. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിഫ്ലക്സീവ് പ്രോനൗൺ, റിലേറ്റീവ് പ്രോനൗൺ അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ അടുത്ത ഒരു യൂണിറ്റ് പറയാണ്. യൂണിറ്റ് 8 ആഡ്വർബ്. യൂണിറ്റ് 8 ആഡ്വർബ്. യൂണിറ്റ് നമ്പർ 8 ആഡ്വർബിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അത് നമുക്കറിയാം, ആഡ്വർബ് എന്താണെന്ന് അറിയാം. എന്നിരുന്നാലും നമ്മളത് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, അപ്പൊ ഞാനൊരു വാചകം പറയുന്നത്, നിങ്ങൾ അതൊന്ന് എഴുതുക. He is a good boy. വാചകം ഇതാണ്, he is a good boy. അപ്പോൾ നോക്കി, അവൻ ഈസ് ആകുന്നു, എ ഗുഡ് ബോയ് നല്ലൊരു ആൺകുട്ടിയാകുന്നതാണ്. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഹി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു പേരാണ്, അവൻ. ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം അതും ഒരു പേരാണ്. ബോയ്, കുട്ടി, ആൺകുട്ടി, പേരാണ്. അപ്പൊ നമുക്ക് പറയാം അത് നൗൺ ആണെന്ന് പറയാം. നൗൺ പേരല്ലേ, പേരിനെ കുറിക്കുന്നതിന് നൗൺ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സമീറ, സമീറ, യെസ്, Yes, sir. ഓക്കെ സമീറ, ഈ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി എന്ന് പറഞ്ഞ നൗണാണ്. ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പേരാണ്, അപ്പൊ അതൊരു നൗണാണ്. ഈസ് എന്ന് പറഞ്ഞ വെർബാണ്. ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? Good adjective. Adjective. You are right. Very good. Okay, Samira, correct answer. Good എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is an adjective. Adjective എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായത്? ഒരു നൗണിനെ അതിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നൗണിനെ വിശേഷിപ്പിക്കുന്നതിന്. ഓക്കെ, ബോയ് എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കുകയാണ് ഗുഡ്. എങ്ങനെയുള്ള ബോയ്? നല്ലവനായ ബോയ്. ഓക്കെ, കറക്റ്റ് ആൻസർ. ഞാൻ വേറൊരു വാചകം പറയുകയാണ്, ഇത് എഴുതണമെന്നില്ല, ഓർത്താൽ മതി.
ഷീ ഈസ് എ റിച്ച് ലേഡി. ഷീ ഈസ് എ റിച്ച് ലേഡി. അവള് പണക്കാരിയായ ഒരു സ്ത്രീയാണ്. ഷീ ഈസ് എ റിച്ച് ലേഡി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും ഷീ അവൾ അതൊരു പേരാണ്, ലേഡി അതും ഒരു പേരാണ്. നവമി റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നവമി? അപ്പൊ നവമി റിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ്. യെസ്. അപ്പൊ കാരണം എന്താണ്? അത് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഒരു നൗണിനെയാണ്. അപ്പൊ നമുക്ക് പറയാം, നൗണിനെ വിശേഷിപ്പിക്കുന്ന സംഗതികളെ നാമവിശേഷണം എന്ന് പറയും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അഡ്ജക്റ്റീവ് എന്ന് പറയും. പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഒരു സംഗതിയാണ്. ഇനി അടുത്ത ഒരു സെന്റൻസ് ഞാൻ പറയുകയാണ്. ദ ബോയ് എനിക്ക് the boy walked, W-A-L-K-E-D. The boy walked, W-A-L-K-E-D. Walked slowly, S-L-O-W-L-Y, slowly. The boy walked slowly. ആൺകുട്ടി സാവകാശം നടന്നു. യെസ്. അജി കെ. ഓക്കെ, അജി, ഇവിടെ നമ്മൾ നോക്കുമ്പോ ദ ബോയ് എന്ന് പറയുമ്പോ എന്താണത്? കുട്ടി, ഒരു പേരാണ്. വാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു, അതൊരു വെർബാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ സ്ലോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറിച്ചുള്ള ചർച്ച ഞാനായിട്ട് ഇതിന് പറഞ്ഞില്ല അജി, അല്ലേ? അഡ്ജക്റ്റീവ് ആയിരിക്കും, അത് അഡ്ജക്റ്റീവ് ആണ് എന്ന് പറയാൻ പറ്റില്ലേ? അഡ്ജക്റ്റീവ്. ഓക്കെ, അവിടെ നിൽക്കണ്ടേട്ടാ. യെസ്. കൃഷ്ണപ്രിയ, കൃഷ്ണപ്രിയക്ക് എന്ത് തോന്നുന്നു? അഡ്ജക്റ്റീവ് ആണ്. രശ്മി ആർ.എസ് എന്ത് തോന്നുന്നു? സാറേ അത് ആഡ് വെർബ്. ആഡ് വെർബ്. അഭിപ്രായം മാറി. 3 പേരോട് ചോദിച്ചപ്പോ 2 പേർക്കും ഒരു അഭിപ്രായമായിരുന്നു, ഒരാൾക്ക് മാത്രമാണ് വേറെ അഭിപ്രായം. അപ്പൊ ഇവർ തമ്മില് ഒന്ന് ബലാബലം നോക്കുന്നുണ്ടെങ്കിൽ ഒരാളെ കൂടി നമുക്ക് വിളിക്കാം. യൂനൈസ് വി എ. യൂനൈസ് വി എ അഡ്വർബ്. അഡ്വർബ്. അപ്പൊ സമാസമാണ്. യെസ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ അജിയും കൃഷ്ണപ്രിയയും അത് അഡ്ജക്റ്റീവ് പറഞ്ഞു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ്. നോക്കിയേ, ഇവിടെ ഈ സ്ലോലി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ബോയിനെ വിശേഷിപ്പിക്കുകയാണോ? ബോയിനെ അല്ല വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണ്? ബോയ് ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. എന്ത്? നടന്നു, എന്റെ ആക്ഷൻ. അതൊരു വെർബാണ്. ആ നടന്നു എന്നുള്ളതിനെ വിശേഷിപ്പിക്കുകയാണ്. സ്ലോലി വാക്ക്, സാവകാശം നടന്നു. കേട്ടോ? അപ്പൊ ബോയിനല്ല, ബോയ് ചെയ്ത ഒരു ആക്ഷൻ, ദാറ്റ് മീൻസ് വെർബ്. അങ്ങനെ ഒരു വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പൊ സബ്ജക്റ്റും വെർബും കഴിഞ്ഞ് പിന്നെ വല്ല അഡ്ജക്റ്റീവും ചിന്തിക്കരുത്, നോക്കണം. ആ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്ന നൗണിനെ ആണെങ്കിലാണ് അഡ്ജക്റ്റീവ്. നമ്മൾ പറഞ്ഞില്ലേ, ഷീ ഈസ് എ റിച്ച് ലേഡി. അപ്പൊ റിച്ച് എന്ന് പറയുന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്ന ആരെയാണ്? ഒരു നൗണിനെയാണ്, ലേഡിയാണ്. ലേഡി എന്ന് പറയുമ്പോൾ നെയിം ഓഫ് എ തിങ്. യെസ്. ഇവിടെ നോക്കി, ദ ബോയ് വാക്ക്ഡ് സ്ലോലി എന്ന് പറയുമ്പോൾ ബോയിനല്ല വിശേഷിപ്പിക്കുന്നത്, ബോയ് ചെയ്ത ഒരു ആക്ഷൻ ഉണ്ട്, നടന്നു എന്നുള്ളത്. ആ നടന്ന ആക്ഷൻ, ദാറ്റ് മീൻസ് വെർബ്, ആ പ്രവൃത്തിയാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ആഡ്വർബാണ്. അജയ്, കൃഷ്ണപ്രിയ കിട്ടിയോ? ഓക്കെ, ഓക്കെ. അപ്പൊ വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ ആഡ്വർബും നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ അഡ്ജക്റ്റീവ്. യെസ്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞപ്പോ വേഗത്തിൽ ചായ കുടിച്ചു. അപ്പോ കിച്ചണിലേക്ക് വന്ന് നിങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നത്, നിങ്ങൾ കുടിച്ച രീതിയാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലെ? ആര് വന്നു എന്നുള്ള അവിടെ പറയുന്നില്ല. യെസ്. അത് വരണമെങ്കിൽ വേറെ വാക്കായിരുന്നു ചെയ്തിറങ്ങും. ഇപ്പൊ ബ്യൂട്ടിഫുൾ രശ്മി കെയിം ടു കിച്ചൺ എന്ന് പറയാം.
അപ്പൊ എന്തായി? സുന്ദരിയായ രശ്മി വന്നു. അപ്പൊ രശ്മിയെ വിശേഷിപ്പിക്കണം ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണ്. ഇവിടെ രശ്മിക്കയും ഷീ ഡ്രാങ്ക് ടീ ഫാസ്റ്റ്, വേഗത്തിൽ എന്ത് ചെയ്തു? ചായ കുടിച്ചു. അപ്പൊ കുടിച്ച രീതിയാണ് വിശേഷിപ്പിക്കുന്നത്, അത് ആഡ്വർബ്. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ഇത് ആഡ്വർബ് പല രീതിയിലുണ്ട്. ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ് ഓഫ് പ്ലേസ്, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, ആഡ്വർബ് ഓഫ് സെർട്ടനിറ്റി, ആഡ്വർബ് ഓഫ് ഡിഗ്രി, റിലേറ്റീവ് ആഡ്വർബ്, ഇന്ററോഗേറ്റീവ്, പല രീതിയിലുണ്ട്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഒരു സെന്റൻസ് കാണുമ്പോൾ ആ സെന്റൻസിൽ ഏതാണ് ആഡ്വർബ് നമ്മൾ അറിയണം. ഇപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ മതി. എങ്ങനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കും മിക്കപ്പോഴും ആഡ്വർബ്. എങ്ങനെ, ഓ, ഇതാണ് മിക്കപ്പോഴും ആഡ്വർബ്. ഇപ്പൊ നോക്കിയേ, ദ ബോയ് വാക്ക് സ്ലോലി. ഇവിടെ നമ്മൾ എഴുതിയിരുന്ന വാചകം. അല്ലാതെ വാക്ക് എന്ന് പറയുന്ന വാക്കിനോട് നമ്മൾ ചോദിക്കണേ ഹൗ, എങ്ങനെ നടന്നു? അപ്പൊ അതിന് ഉത്തരം കിട്ടും. എങ്ങനെ നടന്നു? സ്ലോലി, സാവകാശം. അപ്പൊ മിക്കപ്പോഴും ആഡ്വർബ് എന്ന് പറയുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരമായിരിക്കും. ഓക്കെ, അതാണ് ആഡ്വർബ്. സാധാരണഗതിയിൽ, എപ്പോഴും സംഭവിക്കുന്നൊന്നുമില്ല, സാധാരണഗതിയിൽ ആഡ്വർബിന്റെ കൂടെ എപ്പോഴും ഒരു എൽബൈ വരാറുണ്ട്. എപ്പോഴും കണ്ടൊന്നുമില്ല കേട്ടോ. സാധാരണഗതിയിൽ ഒരു 75% ഒരു എൽബൈ കയറി വരും. ഇവിടെ നോക്കിയേ, ബോയ് വാക്ക് സ്ലോലി, ലാസ്റ്റ് എൽബൈ വന്നുണ്ട്, എൽബൈ. ഓക്കെ, അപ്പൊ ഇനി ഒന്നും ചെയ്യേണ്ടത്, ഞാൻ കുറച്ച് സെന്റൻസുകൾ പറയും. ആ സെന്റൻസുകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ദ ആഡ്വർബ്. ആഡ്വർബിനെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആഡ്വർബ് എന്താണെന്ന് പറഞ്ഞു? ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. യെസ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടി വെർബിനോട് ഹൗ എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ആൻസർ ആയിരിക്കും ഏതാണ്ട് ആഡ്വർബ്. സാധാരണഗതിയിൽ ആഡ്വർബിന്റെ ലാസ്റ്റ് ഒരു എൽബൈ വരാറുണ്ട്. എല്ലായ്പ്പോഴും അതിനെ വരണമെന്നില്ല. എൽബൈ ഇല്ലാത്ത ആഡ്വർബുകളും ഉണ്ട്. യെസ്, അടുത്തത് ചോദ്യം എഴുതിക്കോ. ഫൈൻഡ് ദ ആഡ്വർബ്. Find the adverb in the given sentences. In the given sentences. Find the adverb in the given sentences. താഴെ കുറച്ച് വാചകങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആ വാചകങ്ങളിൽ നിങ്ങൾ എന്ത് കണ്ടെത്തണം? ആഡ്വർബിനെ കണ്ടെത്തണം. യെസ്, ഓക്കെ. ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. He acted. ACTED. He acted. ഒന്നുകൂടി പറയാം സാർ. ACTED. Acted. അവൻ അഭിനയിച്ചു. He acted bravely. 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 സിയ. ഈ വാചകത്തിലെ ആഡ്വർബ് കണ്ടുപിടിക്കും. സിയ വന്നിട്ടില്ല. അപ്പൊ ഷഹാനക്ക് തരം. ഷഹാന പറയും. ബ്രേവ്ലി ആണ് സാർ. ബ്രേവ്ലി. എനിക്ക് അവൻ ധൈര്യസമേതം ആക്ട് ചെയ്തു. എങ്ങനെ ആക്ട് ചെയ്തു? ധൈര്യസമേതം. ഓക്കെ, ബ്രേവ്ലി ഈസ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിന്റെ ആൻസർ ലഹൻ. എഴുതിക്കോ. ഷീ സാങ്, SANG, sang. She sang. Yes, sir. Sang, sang, body. Sing എന്നുള്ള past tense. Sang. Sweetly, SWEETLY. He sang sweetly. Okay, he sang sweetly. Yes. Lahan പറഞ്ഞോളൂ. Sweet
ലി അല്ല, സ്വീറ്റ്ലി. ഓക്കെ, അവൾ മനോഹരമായി പാടി. അപ്പൊ നമ്മൾ പാടി എന്നുള്ള ആസ്ക് എ ക്വസ്റ്റ്യൻ. എന്ത് ചോദ്യം? എങ്ങനെ പാടി? ആൻസർ എന്തല്ല, മനോഹരമായി പാടി. യെസ്, കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം അപർണക്കാണ്. ശുഭ spoke, spoke, spoke with great hospitality. HOSPITALITY. Okay, that's all. I will repeat the question. Shubha spoke with great hospitality. Hospitality എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ. അപർണ, അപർണയില്ലേ? അപർണ ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോദ്യം പാസ് ചെയ്യുന്നു. ആര്യ രാകേഷ്. ആര്യയും ഇല്ല എന്നുള്ള. ആര്യ രാകേഷ് ഹോസ്പിറ്റാലിറ്റി പറഞ്ഞിട്ടുണ്ട്. യെസ്. ഷോണി. യെസ് സർ. പറഞ്ഞു. ഇതിനകത്ത് ആദ്യവർബ് ഏതാണ്? ഗ്രേറ്റ് ആണോ സർ? ഗ്രേറ്റ്. വലിയ. യെസ്. ആദിത്യ. ഗ്രേറ്റ് ആണ്. യെസ്. അപ്പൊ ഷോണിമയും ആദിത്യയും ഒരേപോലെ. അൻകിത. ഗ്രേറ്റ് സർ. ഗ്രേറ്റ്. നവമി. സർ, പറഞ്ഞോളൂ. ഇതിനകത്ത് ആഡ്വർബ് ഇല്ല. കാരണം വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് പ്രിപ്പോസിഷണൽ ഫ്രേസ് അല്ലേ? അത് കുഴപ്പമില്ല, അർത്ഥം കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതിനകത്ത് ഹോസ്പിറ്റബിളി എന്നായിരുന്നെങ്കിൽ അതായിരുന്നേനെ ആഡ്വർബ്. ഇതിപ്പോ ഹോസ്പിറ്റാലിറ്റി എന്നായതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, കാരണം അതൊരു പ്രിപ്പോസിഷണൽ ഫ്രേസ് അല്ലേ? അപ്പൊ അർത്ഥം നോക്ക്, മീനിങ് നോക്ക്. ഹൗ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. ഹൗ യു ആർ ഗോയിങ് നിയർ ടു ആൻസർ. ഹോസ്പിറ്റാലിറ്റി. You are going near to answer. ഈ ക്വസ്റ്റ്യനിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. കൺഫ്യൂഷൻ വരുന്നതല്ല കാര്യം. കാരണം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. ചിന്തിച്ചില്ലേ ഒരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ, സമീറ കറക്റ്റ് ആൻസർ കേട്ടോളൂ. സമീറ. ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി ആണോ? യെസ്. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാം. ഓക്കെ. Yes. Okay, Samira, you are 80% okay. Okay. Shubha spoke. Shubha സംസാരിച്ചു. With great hospitality. വലിയ ആതിഥ്യ മര്യാദയോടുകൂടി സംസാരിച്ചു. അപ്പൊ സംസാരിച്ചു എന്നുള്ളതിനോട് നമ്മൾ ചോദിക്കുകയാണ്, എങ്ങനെ സംസാരിച്ചു? ആതിഥ്യ മര്യാദയോടെ, വലിയ ആതിഥ്യ മര്യാദയോടെ. വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി. അത്രയും ഇതിനകത്ത് വരും. ആദ്യവർഗത്തിൽ വരും വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി. കേട്ടോ? ശുഭ പറഞ്ഞു കഴിഞ്ഞപ്പോ, അല്ല സമീറ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ വിത്ത് കൂടി ചെറുപ്പം വിചാരിച്ചു. വിത്ത് വലിയ
ആതിഥ്യമര്യാദയോടുകൂടി വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി സ്പോക്ക്. അടുത്ത ചോദ്യം സബന സദക്. ഹി സ്പോക്ക്. അല്ല, ബ്യൂട്ടി ചെയ്തോ? ചോദ്യമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഹി സ്പോക്ക്, SPOKE, സ്പോക്ക് in an angry, ANGRY, angry tone, TONE, tone. I will repeat. He spoke in an angry tone. സർ ഇതിൽ എങ്ങനെ ലാസ്റ്റ് വേർഡ് ഏതായിരുന്നു? ടോൺ എന്നല്ലേ? ടോൺ. അവന്റെ ടോൺ അതാണ് പറയുക. അപ്പൊ എങ്ങനെ അവനെ എങ്ങനെ സംസാരിച്ചു എന്ന് ചോദിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ദേഷ്യത്തോട് കൂടിയാണ് ആംഗ്രി ടോൺ അല്ലേ? ആംഗ്രി ടോൺ. അപ്പൊ അതിന്റെ കൂടെ ഇല്ലെന്നും കൂടി ആവശ്യമല്ലോ. ദേഷ്യത്തിൽ ഇൻ ആൻ ആംഗ്രി ടോൺ. കറക്റ്റ്. ഇൻ ആൻ ആംഗ്രി. ഓക്കെ, ഷബന കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നേരത്തെ വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി വന്നു കഴിഞ്ഞപ്പോ മറ്റൊരു മനസ്സിലായി. ഓക്കെ, ഇത് ഏതാണ്ട് ആ റൂട്ട് പിടിച്ച് വന്നേക്കുന്ന ഈ സംഗതി. അപ്പൊ കറക്റ്റ് ആയിട്ട് പിടികിട്ടി. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഷഫീല. ഓക്കെ, ഷഫീനെ ഇന്ന് ഞാൻ വെറുതെ വിളിച്ചാണ്. കാരണം അടുത്ത ചോദ്യം ഷഫീനോടാണ് പറയുന്നത്. ഷഫീനെ തീരുമാനം ഉത്തരത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ മിണ്ടാണ്ടിരിക്കും. അപ്പൊ ഷഫീന ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം പറയാനെന്ന് വിചാരിച്ചത്. ഷഫീന അങ്ങനെയല്ല. ഷഫീന ഇന്റലിജന്റ് ആണ്. ഞാൻ പൊതുവെ പറഞ്ഞതാണ്. യെസ്. അപ്പൊ ഷഫീന അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഷഫീനക്കാണ്. ഇരിക്കും. The teacher was sitting there, THEI, there. The teacher was sitting there. Okay. ഇതിൻ്റെ അകത്ത് ആഡ്വർബ് ഉണ്ടെങ്കിൽ പറയും. ഇതിൽ ഇല്ല തോന്നുന്നു സാർ. ഇതിന്റെ ആഡ്വർബ് ഇല്ല. യെസ്, സാറ് പറഞ്ഞത് എനിക്ക് പറ്റിക്കാൻ പറ്റും. സിമു, ആഡ്വർബ് ഉണ്ടോ? സിറ്റിംഗ് there ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. there ആണെന്നൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരാളോട് ചോദിച്ചിട്ട് നിർത്താം. ഫാൻസി പറയൂ. ഫാൻസി. അപ്പൊ സജനയും നവമിയും ദയറിൽ ഓർപ്പിച്ചിട്ടുണ്ട്. യെസ്. നവമിയും ഷഹാനയും ദയറിൽ ഓർപ്പിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. ഇതിന്റെ അകത്ത് ആഡ്വർബ് there ആണ്. അപ്പൊ ഒരു പക്ഷേ ഷെഫീനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഷെഫീനെ ചിന്തിച്ചത് ശുദ്ധ മനസ്കത ആയതുകൊണ്ടാണ് ഷെഫീനെ ആരോട് ചിന്തിച്ചത്. ഹൗ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ആഡ്വർബായിട്ട് വരെയെന്ന് വിചാരിച്ചു. നോക്കിയേ, the teacher was sitting there. ടീച്ചർ അവിടെ ഇരിക്കുകയായിരുന്നു. ഹൗ, എങ്ങനെ ഇരുന്നു എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഇല്ലാത്തില്ല. മറിച്ച് where, എവിടെ ഇരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ പറയാം. എവിടെ ഇരുന്നു? അവിടെ ഇരുന്നു. യെസ്. വേറെ ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു സാധാരണഗതിയിൽ ഹൗ എന്ന് പറയുമ്പോൾ കിട്ടുന്നതാണ്. അതുകൂടാതെ ചോദ്യങ്ങൾ ചോദിക്കുക. വെയർ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്നത് ഏതാണ്? ആഡ്വർബാണ്. ആ ആഡ്വർബിന് ഒരു പേര് കൂടി പറയും. ആഡ്വർബ് ഓഫ് പ്ലേസ്. PLACE, പ്ലേസ്. ആഡ്വർബ് ഓഫ് പ്ലേസ്. അത് നമുക്ക് പഠിച്ചില്ലായെങ്കിലും there എന്ന് പറയുമ്പോൾ അതെന്താണ്? ആഡ്വർബാണ്. കാരണം
വെയർ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് അത്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ദയർ ആണ് ആഡ്വർബ്. വേണമെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതി നോക്കാം adverb of place. Adverb of place. 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 Okay. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമീഷ. അമീഷ. സർ ഓക്കെ അമീഷ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു യു. മ്യൂട്ടിയോട് ആലോചിച്ച് പറഞ്ഞാൽ എനിക്ക് യു മസ്റ്റ് സിമ്പിൾ ആണ്. യു മസ്റ്റ് stay, stay, stay. You must stay here. Here. You must stay here. Okay. ഇതിന്റെ adverb. ഓക്കെ. സജന പറഞ്ഞിട്ടുണ്ട്, നവമി, ഷഹാന പറഞ്ഞിട്ടുണ്ട്. അമീഷ് ആൻസർ പറഞ്ഞിട്ട് ഷോണിമ, സിയ. സിയനെ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലോ. യെസ്, ഹിയർ. ഹിയർ. ഓക്കെ, ഹിയർ ആണ്, ശരിയാണ്. അപ്പൊ നമുക്ക് വെയർ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ കിട്ടും. എന്താണ്? ആ ഓക്കെ സിയ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ആ ഞാൻ വിചാരിച്ചു സിയ വിളിച്ചു കഴിഞ്ഞാൽ വരുന്നതാണ് വിളിച്ചു. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് പറയാം വെയർ എന്ന് ചോദിക്കുമ്പോൾ എവിടെ. യു മസ്റ്റ് സ്റ്റേ ഹിയർ. നീ ഇവിടെ തന്നെ നിൽക്കണം. എവിടെ നിൽക്കണം? ഇവിടെ തന്നെ, ഹിയർ. അപ്പൊ ഇത് നമുക്ക് എന്താ പറയാം? adverb of place എന്ന് പറയാം. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അമീഷത്തോടല്ല, വിസ്മയ. 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 വിസ്മയ ഇല്ലാത്തതുകൊണ്ട് അടുത്ത ആളിലോട്ട് വരാൻ. സാന്ദ്ര. സാന്ദ്രയും വരാത്തതുകൊണ്ട് അജിത. യെസ് സർ, ഞാനുണ്ട്. വിസ്മയുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, വിസ്മയ. യെസ്, വിസ്മയ തുമ്പത്തായിരുന്നു അല്ലെ? യെസ്. ഹി കംസ് ഹിയർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ സർ? He comes. ചോദ്യത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. ഞാൻ അതൊന്ന് മാറ്റാണ് കേട്ടാ. അടുത്തതായിരിക്കും ഓഫൺ. OFT. ഓഫൺ. Often, he, often he comes. Often he comes. COMES, comes. Okay, വിസ്മയ പറഞ്ഞോളൂ. അതിന്റെ അകത്തുള്ള adverb പറഞ്ഞോളൂ. ഇത്തിരി പാടാണല്ലോ. ഏ? ഇത്തിരി പാടാണല്ലോ എന്ന് പറഞ്ഞു. വിസ്മയ പറഞ്ഞില്ലേ, സാറ് ബാക്കിയുള്ളവരോടൊക്കെ എളുപ്പം ചോദിക്കും. എനിക്ക് വരുമ്പോ ആ ബുദ്ധിമുട്ടുള്ളത് അതന്നെ ഞാൻ പറയാൻ വന്നേ. അതന്നെ പറയാൻ വന്നേ. പറയണ്ടല്ല, ആ പാടാണെന്ന് പറയുന്ന ടോണിൽ ഞാൻ മനസ്സിലാക്കിയില്ലേ? യെസ്, എന്നാലും ശ്രമിച്ചു നോക്കൂ വിസ്മയ. തെറ്റിക്കോട്ടെ. ഓഫൻ. ഓഫൺ അല്ലെ? OFT. വെറുതെ കളിക്കാൻ കുത്തിയതാണ്, എന്നാലും കിടക്കട്ടെ. അല്ല, വേറെ അതിൽ പറയാനില്ല. വേറെ ഒന്നും പറയാനില്ല. യെസ്, അത് അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ട്. അത് വരില്ല, ഇത് വരില്ല. മറ്റേ തന്നെ എനിക്കൊന്നും പറയാനില്ല. യെസ്, സാന്ദ്രക്ക് തോന്നുന്നു. സാന്ദ്ര. യെസ്. തസ്നീം. നമ്മുടെ തസ്നീം പറയും. തസ്നീമേ ഓപ്പൺ തന്നെയാണ്. ഉറപ്പിച്ചല്ലേ?
അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. നമ്മളിവിടെ ഹൗ എന്ന് ചോദിക്കുമ്പോൾ ഒരു ആൻസർ കിട്ടി, അത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ വെയർ, എവിടെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഒരു ആൻസർ കിട്ടി, അതിനെ നമ്മൾ ആഡ്വർബ് എന്ന് പറഞ്ഞു. ആ ആഡ്വർബിനെ നമ്മളൊരു പേര് കൂടി പറഞ്ഞു, ആഡ്വർബ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി, ഓഫൺ, പലപ്പോഴും. ഹി കംസ് ഇൻ ഹിയർ, ഹി കംസ്, അവൻ വരാറുണ്ട്, അവൻ വരാറുണ്ട് പലപ്പോഴും. അപ്പൊ ഇവിടെ ഹി സബ്ജക്റ്റ് ആണ്, കംസ് വെർബാണ്. ഇപ്പൊ നേരത്തെ മിസ്ബൈ പറഞ്ഞ വേറെ ഒന്നുകൂടെ ചേർക്കാനില്ല, അപ്പൊ ഓഫൺ തന്നെ ചേർത്ത്. അപ്പൊ എത്ര പ്രാവശ്യം, ഹൗ മെനി ടൈംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ ആണ് പലപ്പോഴും എന്ന്. അപ്പൊ ഓഫൺ കറക്റ്റ് ആണ്. ഇതിനെ പറയുന്നത് എത്ര പ്രാവശ്യം എന്നുള്ളതിന്റെ ആൻസർ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി, ഇടപെട്ടെന്നൊക്കെ പറയില്ലേ, ഫ്രീക്വൻസി, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. അതൊന്ന് തത്വം മനസ്സിലാക്കാൻ മതി. അപ്പൊ ഹൗ മെനി ടൈംസ് ചോദിക്കുമ്പോൾ, വെയർന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണെങ്കിൽ ആഡ്വർബ് ഓഫ് പ്ലേസ്. ഹൗ മെനി ടൈംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, FREQUENCY. ഓക്കെ, ആദ്യം. ഓക്കെ, അടുത്ത ചോദ്യം ആദ്യത്തിലേക്ക് വരും കേട്ടോ. യുവർ ഫ്രണ്ട്, FRIEND, ഫ്രണ്ട്, ടെലഫോൺ, TELEPHONE, ടെലഫോൺ, ട്വൈസ്, TWICE, ട്വൈസ്. ഓക്കെ, അതിലെ പറഞ്ഞോളൂ. യുവർ ഫ്രണ്ട്, ടെലഫോൺ, ട്വൈസ്. Sorry, sir. Question is your friend telephone? Twice, TWICE, twice. TWICE. ഷഹാന, തസ്നീം, ഇതിൻ്റെ അത് ഏതാണ്? അതിനെ പറഞ്ഞ കേട്ടില്ല, ശബ്ദം കിട്ടിയില്ല. ആതിര ട്വൈസ് പറഞ്ഞു എന്നാ പറയുന്നത് സാർ. ആതിര, ശബ്ദം കൂടെ വരുന്നുണ്ടായില്ല. ഓക്കെ, ട്വൈസ് കറക്റ്റ് കേട്ടോ. നോക്കിയേ, യുവർ ഫ്രണ്ട്, നിന്റെ സുഹൃത്ത്, ടെലഫോൺ, ഫോൺ ചെയ്തു, ട്വൈസ്, 2 പ്രാവശ്യം. എത്ര തവണ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ചോദിക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ട് 2 times. അപ്പൊ നമുക്കിത് വേറൊരു പേര് കൂടി പറയാം. ദിസ് ഈസ് ദ ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. ഇപ്പോ നൂറിഷക്കാണ് ചോദ്യം. ഇതാണ്, we go to movie occasionally, OCCASIONLLY. We go to movie occasionally. നൂറിഷ പറയൂ. ഓക്കെ, സജനയുടെ ഉത്തരം, ഷഹാനയുടെ ആൻസർ കണ്ടു. നൂറിഷ, സിയ, സജന പറയുന്നത്. സജന ആൻഡോ? Occasionally. കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട്. എങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക്? അതും ഏതാണ്? ഫ്രീക്വൻസി ആണ്. യെസ്,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ എല്ലാവരും ഒരു റൗണ്ട് എത്തിയല്ലേ? ഒരു റൗണ്ട് എല്ലാവരും ചോദിച്ചില്ല. യെസ്. അപ്പൊ വീണ്ടും അജിയിലോട്ട് വരണേ ചോദ്യം. She always go to temple. T-E-M-P-L. She always go to temple. Yes. Always. Yes. Correct. Oh, correct. Okay. Yes. Very good. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഞാൻ വേറെ ഒരു കാര്യം നിങ്ങളോട് പറയാണ്. അതായത് നമ്മൾ നേരത്തെ ഐ ഹാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എനിക്കുണ്ട്. ഐ ഹാവ് ലോങ് ഹെയർ, ഐ ഹാവ് എ റൗണ്ട് ഫേസ്, ഐ ഹാവ് എ ഫ്രിഡ്ജ്, ഐ ഹാവ് എ ടേബിൾ ഫാൻ, അങ്ങനെയൊക്കെ പലതും പറഞ്ഞു. പിന്നെ നമ്മൾ വേറെ ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. I don't have big house. I don't have enough money. I don't have car. I don't have two-wheeler. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? Yes, sir. ഓക്കെ. ഇന്ന് നമ്മൾ വേറൊരു സംഗതി പഠിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു സാധനം, പക്ഷെ ഇപ്പൊ ഇല്ല. മുമ്പുണ്ടായിരുന്നതും എന്നാൽ ഇപ്പൊ ഇല്ലാതിരുന്നതുമായ സംഖ്യയെ കുറിച്ച് പറയേണ്ട വേണേ നമുക്ക് ഏത് വാക്ക് ഉപയോഗിക്കും? അതിനുപയോഗിക്കുന്ന വേർഡാണ് ഹാഡ്. എന്താണ് ഹാഡ്? ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഉണ്ടായിരുന്നു എന്നതാണ് ഐ ഹാഡ്. ഐ ഹാഡ് എ ബൈക്ക്. എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഐ ഹാഡ് എ ബിഗ് ഹൗസ്. എനിക്ക് വലിയൊരു വീടുണ്ടായിരുന്നു, അപ്പൊ ഇപ്പോഴും ഇപ്പൊ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ലാതിരുന്ന സംഗതിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഹാഡ് ഉപയോഗിക്കുന്നത്. ഐ ഹാഡ് ബ്യൂട്ടിഫുൾ സ്കിൻ. മനോഹരമായ ഒരു സ്കിൻ എനിക്കുണ്ടായിരുന്നു. നോ. ഐ ഹാഡ് ലോങ് ഹെയർ. എനിക്ക് നീളമുള്ള മുടി ഉണ്ടായിരുന്നു, ഇപ്പൊ ഷോർട്ട് ഹെയർ ആണ്. അല്ലോ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായ ഒരു 5 ഐറ്റം കണ്ടുപിടിക്കും. ഇനി അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾ 5 സെന്റൻസ് റെഡിയാക്കും മനസ്സിലായി. ഐ ഹാഡ് വെച്ച് പറയാൻ പറ്റുന്ന ഒരു 5 സെന്റൻസ് മനസ്സിൽ റെഡിയാക്കുക. ഐശ്വര്യമായിട്ട് ആരംഭിക്കുന്നത് എ എന്ന് പറയുന്ന അക്ഷരമായതുകൊണ്ട് അജിയെ തന്നെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുകയാണ്. അജി 2-3 മിനിറ്റ് തരാം, ഒന്ന് ആലോചിച്ചോളൂ. 5 ഐറ്റം. ബാക്കിയാർക്ക് സമയം വേണ്ട, കാരണം ബാക്കിയുള്ളവർക്ക് സമയം കിട്ടല്ലേ. അജി കഴിഞ്ഞ കൃഷ്ണപ്രിയ, അത് കഴിഞ്ഞ രശ്മി, അത് കഴിഞ്ഞ യൂനിസ്, അത് കഴിഞ്ഞ സിയ, അത് കഴിഞ്ഞ ഷഹാന, അത് കഴിഞ്ഞ ഷോണിമ. ഓക്കെ, ഇത്രയും പേരാണ് ഫസ്റ്റ് റൗണ്ടിൽ വരുന്ന. 3, 2, 5, 2, 7 ചുണക്കുട്ടികൾ. യെസ്. അപ്പൊ അവരോടാണ് ചോദ്യം പറയുന്നത്. ഹാഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുണ്ടായിരുന്ന സാധനത്തിന്റെ പേര് പറയാം. യെസ്. ഐ ഹാഡ്. ഇപ്പില്ല, മുമ്പുണ്ടായിരുന്നു. ഐ ഹാഡ്. ഹാഡ് എന്ന് പറഞ്ഞാല് ഉണ്ടായിരുന്നു എന്നതാണ്. ഹാഡ് മീൻസ് ഉണ്ടായിരുന്നു. യെസ്. റെഡിയല്ലേ എല്ലാവരും? ഇനി അജിക്ക് മുമ്പ് റെഡിയായ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. സാറേ ഞാൻ പറയാം എന്ന് പറഞ്ഞു. ആ മോനിഷ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, നോ പ്രോബ്ലം. വെരി ഗുഡ്. ഓക്കെ. യെസ്. അപ്പൊ മോനിഷ റെഡി ആയിട്ട് നിന്നോ? നോ പ്രോബ്ലം. യെസ്. അപ്പൊ മോനിഷ നേരത്തെ വിളിച്ചിട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് മനസ്സിലാവുക കൊണ്ട് വന്നതാണ്. യെസ്, വെരി ഗുഡ്. യെസ്. I had slim body. Yes, I had slim body. Very good. Yes, correct. I had white skin. I had a white skin. Yes. പിന്നെ പറയാം. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ 2 പേര് മനസ്സിൽ അവരിത് പറയാൻ വേണ്ടി റെഡിയാക്കി വെച്ചതാണ്. ആ 2 കൂടെയാണ് ആര് പോയത്? നൂറിഷ പോയത്. ഓക്കെ, അജി പറഞ്ഞോളൂ. അജിക്കാണ് ഭാഗ്യം, കാരണം അധികം ആളുകൾ പറയുന്നതിന് മുമ്പ് കിട്ടിയ ചാൻസ്. ഓക്കെ,
പറഞ്ഞോളൂ. I had a long hair. ഐ ഹാഡ് ലോങ് ഹെയർ. ഏ വേണ്ട, എനിക്ക് ഐ ഹാഡ് ലോങ് ഹെയർ. Okay. ഓക്കെ. സജന പറയുന്നു ഐ ഹാഡ് ഗുഡ് ടൈം വിത്ത് മൈ ഫ്രണ്ട്സ്. ഇപ്പോഴത്തെ ഫ്രണ്ട്സ് അല്ല സജന. യെസ്, പറഞ്ഞോളൂ. I had good handwriting. ഓക്കെ. I had best friend. ഐ ഹാഡ് ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പൊ ആരുമില്ലേ? അപ്പൊ അജിക്ക് ബെസ്റ്റ് ഫ്രണ്ടിന്റെ വേക്കൻസി ഉണ്ട്. യെസ്. നീ എന്റെ ഹസ്ബൻഡിന്റേത് പറഞ്ഞിട്ടില്ല. ഐ ഹാഡ് എ ബുള്ളറ്റ്. അപ്പൊ ഹസ്ബൻഡിന്റേത് ആയിട്ട് വരുമ്പോ ഞങ്ങളുടെ എന്നുള്ളതല്ലേ? ഐ ഹാഡ് എ ബുള്ളറ്റ്. ഞാൻ പിന്നെ പറയാനായിട്ടുള്ള സൗകര്യം കണ്ടെത്താനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ജീവിതത്തോട് പോകാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോ ഒന്നും പറയാൻ പറ്റണില്ല സാറേ, അതല്ലേ കുഴപ്പം. പറഞ്ഞോ പിണ്ട് ഇന്നലെ ഹാഡ് വെച്ച് പറഞ്ഞോ. മറ്റുള്ളവരോട് ചോദിക്കാൻ യെസ്, ഓക്കെ 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 ഓക്കെ. അജിതിപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? അജി നോക്കി കഴിഞ്ഞപ്പോ ഒന്നും ഇല്ലാത്തതിൽ എല്ലാം ഉണ്ട്. അതാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നതായിട്ട് പറ്റണില്ല. ഓക്കെ 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 അജി, ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ്. കൃഷ്ണപ്രിയ, യു സ്റ്റാർട്ട്. പറയട്ടെ സർ. പറഞ്ഞോ. I had a bicycle. I had a bicycle. I had a pink chapel. I had cute chappals. I had a story book. I had a story book. മൂന്നാമത്തെ നിർത്തിയല്ലേ? അഞ്ചെണ്ണം പറഞ്ഞത്. ഓക്കെ കൃഷ്ണപ്രിയ, വെരി ഗുഡ്. ലക്ഷ്മി തകർപ്പു. ഒരു അഞ്ചെണ്ണം. I had a pet dog. I had a pet dog. Yes. I had lots of friends. I had lots of friends. ഇപ്പൊ ആരുമില്ലേ? ഇപ്പൊ അധികാരമില്ല. I had a job. I had a job. കൊള്ളാം. I had reading habit. I had a reading habit. കൊള്ളാം. I had good sleep. Yes, I had good sleep. Sound sleep. Very good, very good, very good. Yeah, okay, Rashmi. Very good, very good, very good. Eunice. പറഞ്ഞോളൂ. I had a coconut tree. I had a coconut. Very good. അതൊന്ന് കുറിച്ച് കളഞ്ഞോ? Yes, very good. I had happiness. Oh, I had a happiness. ഇപ്പൊ happiness ഇല്ലെന്നുണ്ട്. Yes, be happy. Okay. Okay, sir. I had a long chain. Yes. I had a bicycle. Yes. I had friends. I had friends. Yes. നിങ്ങൾ കോളേജിലൊക്കെ വന്നതിന് ശേഷം ചങ്ക് ഫ്രണ്ട്സ് ആരും വരുന്നില്ല അല്ലേ? പഠിച്ചപ്പോഴുണ്ടായിരുന്ന പോലെ ചങ്കുകളാരും വരുന്നില്ല. യെസ്, എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന വട്ടം നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. യെസ്, ഓക്കെ. സിയ പറഞ്ഞോളൂ. സിയ. I had a clear skin. Yes. I had a fish tank. Yes. I had a beautiful garden. I had a beautiful garden. Yes. I had a long hair. I had a long hair. Yes. പോരെ സർ? മതി. ഓക്കെ, സിയ വെരി ഗുഡ്. നാലിനായിട്ടുള്ളത്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഷഹാന പറഞ്ഞോളൂ. താങ്ക് യു സർ. വെൽക്കം. I had a garden. Yes. I had a garden. I had a house lawn. Yes. I have own house. സ്വന്തമായിട്ടുള്ള വീട്. Own house. What are you? House lawn എന്നാ പറഞ്ഞ sir. Okay, 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 okay. I had a scooty. Yes. I had a small house. Yes. I had goats. I had. Goats, ആടുകള്. Yes. Okay, 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 okay. Yes. കഴിഞ്ഞോ? യെസ്, ഓക്കെ ഷഹാന, വെരി ഗുഡ്. അപ്പൊ ഷോണിമയിലേക്ക് വരുന്നതിന് മുമ്പ് പറയാണ്, ഷോണിമ കഴിഞ്ഞാല് ആദിത്യ, സമീറ, സബന സാദിഖ്, ഷെഫീന, സിനു, മുംതാസ്, അമീഷ, വിസ്മയ, തസ്വീൻ, ഇത്രയും പേര് ഗെറ്റ് റെഡി. 3 2 5 3 8 പേര് ഗെറ്റ് റെഡി. ഓക്കെ ഷോണിമ പറഞ്ഞോളൂ. പറയാൻ വിചാരിച്ചതൊക്കെ കുറച്ച് പറഞ്ഞു എല്ലാരും. അതൊന്നും കുഴപ്പമില്ലെന്ന് തന്നെ, അതൊക്കെ മാറ്റി മാറ്റിത്തോളൂ. യെസ്. I had good memory. കുഴപ്പമില്ല. സജിന പറഞ്ഞു I had a good day yesterday. കറക്റ്റ്. ഇന്നലെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. യെസ്.
Very good. What do you want to say? I had good memory. I had good memory. Yes. I had a long hair. I had long hair. I had a dog. I had a dog. I had a Dominar. Yes. I had I had grandparents. I had grandparents. Okay. Very good, very good. Yes. Okay, Thank you, sir. Oh, very good, very good. Samira. Samira എത്തി. സമീറ വരുമെന്ന് വിചാരിക്കാം. സബന സാദിഖ്. സബനയും വരുമെന്ന് നമുക്ക് കരുതാം. ഷഫീന CS. ഷഫീന പറഞ്ഞു. ഓക്കെ, ഞാൻ ഷഫീന കഴിഞ്ഞിട്ട് സബനയിലോട്ട് വരട്ടെ. ഷഫീന, you continue. I had a small house. Yes. Had jasmine plant. I had ഷെഫിന ഇപ്പൊ പിടിച്ചിരിക്കുന്ന എങ്ങനെയാണ് പറയുക, അത് മാറ്റി പിടിക്കുക. കാരണം ഭയങ്കര എക്കോ വരുന്നത്, ലെജിബിൾ ആവില്ല. ഇപ്പൊ പറഞ്ഞ ആ ടെക്നിക്ക് മാറ്റി പിടിക്കും. എങ്ങനെയാണോ മൈക്ക് പിടിച്ചിരിക്കുന്നത് അത് മാറ്റി പിടിക്കും. നല്ല എക്കോ. ഒന്നുകൂടി പറഞ്ഞു. ഇപ്പൊ ശരിയായി. ഐ ഹാഡ് എ വണ്ടർഫുൾ വെക്കേഷൻ. ഓക്കെ ആഷ്മി, പറഞ്ഞോളൂ. ഇപ്പൊ ഷെഫിന പറഞ്ഞു. I had a pet cat. ഇപ്പൊ ക്ലിയർ ആയി. ഇങ്ങനെ പറഞ്ഞാൽ മതി. Yes. I had a small house. I had many children. I had jasmine plants. And I had a lot of time to study. I had a lot of time to study. And I had a jeep. Yes, continue. Okay. ഞാൻ വിചാരിച്ചൊരു കാര്യം ആരും ഇതുവരെ വന്നിട്ടില്ല. Yes. സബന, I had money, I had freedom. എനിക്കിതാണ് രണ്ടും ഇല്ലേ, എനിക്കിതാണ്. ഡോണ്ട് വറി. അപ്പൊ സബന പറഞ്ഞോളൂ. I had a beautiful garden. I had a beautiful garden. I had a big family. I had a big family. ആരും പറയാത്തൊരു കേസാണ്. I had a grandmother. Yes. I had a headache. I had a headache. I had a cow. Yes, I had a cow. Yes, നേരത്തെ സഹാന ഗോട്ട് പറഞ്ഞു, ഇവിടെ എന്ന് പറഞ്ഞു കൗ പറഞ്ഞു. Okay, സബാന. Yes, very good. Sinu Mumdas. Sinu. I had a breakfast at 8:30 AM. Correct, Ashmi? Yes, sir. പറഞ്ഞോളൂ സിനു. I had it. ഉണ്ടായിരുന്നു എന്നുള്ള ഹാഡ് അല്ല, അല്ലാതെ കഴിച്ചു എന്നുള്ള ഹാഡ് അല്ലല്ലോ നമ്മളിപ്പോ യൂസ് ചെയ്യേണ്ടത്. അത് കഴിച്ചു എന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റുമോ ആ ഹാഡും? അത് പറയാൻ പറ്റുമോ ചോദിക്കുക. I had coin collections. Yes. I had time. Yes. I had class yesterday. Yes. I had lots of work yesterday. Yes. I have a school bag. Yes. I have a cute pouch. Yes. അതുപോലെ സാർ I had biryani. Yes, I had biryani yesterday. Very good. Yes, Amisha Sultana. Sorry. Okay, Amisha വരുമെന്ന് വിചാരിക്കാം. വിസ്മയ പറഞ്ഞു. Yes, വന്നോളൂ Amisha. Okay, sir. I had pimple. Yes, I had a pimple. Oh, very good. Yeah. I had younger brother. Yes. I had banana leaf. Yes. I had motorcycle. I had. Okay. Had only പറഞ്ഞ വാക്ക്. Okay, had.
മുമ്പുണ്ടായിരുന്നില്ല. I had sweet dream. Okay, Amisha, very good. Miss Mayaviti, I had a stomach pain. I had a stomach pain. I had a cute dog. I had a cute dog. I had a good job. Good job. I had a beautiful skin. Yes. I had dandruff. Yes. I had hair loss. Yes. കഴിഞ്ഞു. Okay, and താരം വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതെല്ലാം ഇപ്പൊ മാറി. Yes. Okay, very good. Sustain BB, പറഞ്ഞോളൂ. I had a reading books. Yes. I had a time. Yes. I had a lovebirds. Yes. I had a bicycle. Very good. Love birds അല്ലേ? അപ്പൊ ഏകല്ല. I had a love birds. I had lovebirds. I had a bicycle. Yes. I had toys. Yes. Correct. Okay. അത് നൂറിഷിലേക്ക് പോകുന്നതിന് മുമ്പ് I had a back pain. Okay, Luis. അത് കഴിഞ്ഞാൽ അങ്കിത, ആതിര, ലാഹൻ, സജന, ആഷ്മി മോൾ, നവമി. ഓക്കെ, നൂറിഷ പറഞ്ഞോളൂ. നൂറിഷ മുംതാസ്. I had bicycle. Yes. I had അത് കൊച്ചുകൾ ഞങ്ങൾ വിളിച്ചോളാം. ഓക്കെ, ഒരു പ്രാവശ്യത്തെ നൂറിഷ പറഞ്ഞതാണോ? കുഴപ്പമില്ല. ഓക്കെ. അങ്കിത പറഞ്ഞോളൂ. അങ്കിത. I had rose plants. I had rose plants. Yes. I had a kitten. I had a kitten. I had a degree. I had a degree. Yes. Okay. And I had heeled slippers. Okay, Shefina correct. And I had I had a long hair. I had a long hair. Very good, Ankita. എല്ലാം ചേർന്ന് നിൽക്കുന്നതാണ് അല്ലെ ജീവിതത്തോട്. ആദ്യം പറഞ്ഞോളൂ. ശബ്ദത്തിൽ പറഞ്ഞോളൂ ആതിര. ഇപ്പൊ കേൾക്കുന്നത്. ആദ്യം പറഞ്ഞത് കേട്ടില്ല. പറഞ്ഞോളൂ. Okay. I had a long free time. Yes, long free time. Yes. Grandmother. I had a steady timetable. Yes. I had a bicycle. Yes. Okay. Adira. Okay, Shahara. Yes. See, I had a memorable childhood. You are pretty sure. Okay, Lahan പറഞ്ഞോളൂ. Yes, sir. I had a shop. Yes. I had stage singing. Yes. I had many times studying. I had a pet shop. I had a small garden. Yes. A small garden. Okay. Very good. Sajana, പറഞ്ഞോളൂ. Sajana and Yes, sir. പറഞ്ഞോളൂ. I had a dream about traveling. Yes. I had a ഞാൻ മനസ്സിലായത്. I had a traveling അല്ല, I had a dream. എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇതായിരിക്കും പറയുന്നത് വിചാരിച്ചു. Okay, Sajana, continue. I had a laptop. Yes. I had a childhood friend. Yes. I had good parents. Yes. I had a headache yesterday. Yes. Okay, sir. I had a bicycle. I had a Bicycle. Okay. Ashmi Moore, Anthony. Yes, sir.
പറഞ്ഞോളൂ. I had a doctor's appointment. I had a doctor's appointment. Very good. I had a great teacher in school. Yes. I had a wonderful mentor. Yes. Then I had a dream. Yes. Then I had a chance to travel. Yes. Okay. Very good. Very good. Very good. രസകരമായിരുന്നു കേട്ടോ. നവമി പറഞ്ഞോളൂ. നവമി. Yes, sir. അപ്പൊ രശ്മി പറഞ്ഞത് I had a beautiful college life. Okay. Very good, രശ്മി. പറഞ്ഞോളൂ നവമി. കണ്ടില്ല. I had a good time with my parents. Yes. I had lots of friends. Yes. Then I had long hair. Yes. I had a thin body. Yes. Then I had a bicycle. Yes. And then I had lots of books. Yes. And then that's also. Okay. Very good. Very good. Very good. Okay, Navami. Very good. Abhirami, പറയാമോ അഭിരാമി? അഭിരാമി സാർ ഹാൻഡ് വെച്ചിട്ട്. പറയാം. Okay. 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 Very good. Very good. I had a good cousins. Yes, I had good cousins. I had a family friends. I had a family. Okay. I had a hardware shop. Okay, hardware shop. Okay. Good behavior. I had a good behavior. Okay. I had a good friends. Yes, I had a good friends. Okay. I had a short hair. I had short hair. Oh, yes. I had a long hair. Long and short type. Very good. Okay. Yes. Thank you. Okay. Very good. Very good. Very good. Yes. Above, I appreciate your presence of mind. എല്ലാവരും 5 ആയിട്ട് വിളിച്ചു പറഞ്ഞു. Okay. നിങ്ങളെല്ലാവരും ടീച്ചർമാരായി കഴിഞ്ഞാല് കുട്ടികൾക്കൊക്കെ നല്ല രസകരമായിരിക്കും. ഓരോ ദിവസവും ഓരോ ആക്ടിവിറ്റീസ് ഇട്ട് കൊടുത്തിട്ട് അവരിൽ നിന്ന് എനർജറ്റിക് ആയിട്ട് നിർത്താനായിട്ട് കഴിവുള്ളവരാണ് നിങ്ങളെന്നുള്ള കാര്യം നിങ്ങളുടെ പറയുന്ന രീതിയിൽ നിന്ന് വ്യക്തമാണ്. ഓക്കെ. എന്താ ജി? ഞാൻ പറയാന്ന് പറഞ്ഞില്ലായിരുന്നു കുറച്ചും കൂടെ എഴുതിയിട്ട്. പറഞ്ഞോളൂ ജി. I had a drawing book. I had a drawing book. Okay. I had a bracelet. Yes. I had a dog. Yes. I had a cuff. Yes. I had a grandfather. Yes. I had a fabric paint. Yes. I had a stitching machine. Yes. ഇത്ര എഴുതിയോളൂ. വെരി ഗുഡ്. വാശിക്കുന്നില്ല. ഞാൻ അപ്പൊ ഇത്രയും സമയം ഇപ്പൊ അജിക്ക് എമ്മിന് ആലോചിക്കാനുള്ള സമയം കിട്ടി. വെരി ഗുഡ്. വെരി ഗുഡ്. വെരി ഗുഡ്. ഓക്കെ. 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 അപ്പൊ വർഷയ്ക്ക് ഇന്ന് നിങ്ങൾ പറഞ്ഞത് മുഴുവൻ നിങ്ങളുടെ കഴിവാണ്. കാരണം ഇത് വേറെ സമയം കിട്ടില്ല. ഇവിടെ നിന്നുള്ള കാര്യം എഴുതി പോയിട്ടില്ല. ഇരുന്നിരിപ്പിലാണ് റെഡിയാക്കിയത്. യെസ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും കഴിവുണ്ട്. മറ്റങ്ങനെയല്ല. നമ്മൾ സമയം എടുത്ത് ആലോചിച്ച് ഇതൊക്കെ വരുന്നല്ലേ. ഇതങ്ങനെയല്ല. ഒന്നാണ് കിട്ടിയ പൈസ എന്നുള്ള രീതിയിൽ അപ്പൊ നടന്ന കച്ചവടമാണ് നമ്മളിപ്പോ നടത്തിയത്. ഓക്കെ. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ അടുത്ത ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ. We will meet in the next class. Okay. Thank you, sir. Thank you, sir. Yes, sir. Okay. 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 Thank you, sir. Okay.